വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 23 അധ്യായം 50 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 23 50 മുതൽ 56 വരെ. അരിമത്യ എന്ന ഒരു യഹൂദ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ യോസെഫ് എന്നൊരു മന്ത്രി. അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവൃത്തിക്കും അനുകൂലമല്ലായിരുന്നു. പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. അത് ഇറക്കി ഒരു ശീലയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിരുന്നതും ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്തതുമായ കല്ലറയിൽ വെച്ചു. അന്ന് ഒരുക്കനാളായിരുന്നു. ശബത്തും ആരംഭിച്ചു. ഗലീലയിൽ നിന്ന് അവനോടുകൂടെ പോന്ന സ്ത്രീകളും പിന്നാലെ ചെന്ന് കല്ലറയും അവൻ്റെ ശരീരം വെച്ച വിധവും കണ്ടിട്ട് മടങ്ങിപ്പോയി സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി കൽപ്പന അനുസരിച്ച് ശബത്തിൽ സ്വസ്ഥമായിരുന്നു. പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങളിലും പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരാളാണ് അരിമത്യക്കാരനായ യോസെഫ്. ഈ ആളുടെ കുടുംബത്തെക്കുറിച്ചോ ഈ ആൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചുവെന്നോ നാം പുതിയ നിയമത്തിൽ വായിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പല ആളുകളും കരുതുന്നത് ഈ യോസെഫ് പഴയ നിയമത്തിലെ മൽക്കിസദേക്കിനെ പോലെയാണ് എന്നാണ്. ജീവാരംഭമോ ജീവാവസാനമോ വംശാവലിയോ ഇല്ലാതിരുന്ന മൽക്കിസദേക്കിനെ പോലെ ഒരല്പം നിഗൂഢത ഉള്ള ഒരു വ്യക്തിയാണ് ഈ അരിമത്യക്കാരനായ യോസെഫ്. എന്നാൽ അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ 4 സുവിശേഷങ്ങളിലും എഴുത്തുകാർ അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. അരിമത്യ എന്നൊരു യഹൂദ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനുമായ യോസെഫ് എന്നൊരു മന്ത്രി. ഇതാണ് 50 വാക്യത്തിൽ നാം വായിക്കുന്നത്. നല്ലവനായിരുന്നു, സ്വാധീനമുള്ളവനായിരുന്നു, മന്ത്രി, അതായത് യഹൂദന്മാരുടെ സൻഹിദ്രി സംഘത്തിലെ അംഗമായിരുന്നു. യഹൂദ സൻഹിദ്രി സംഘം യേശുവിനോട് ചെയ്തതിനോട് അനുകൂലമല്ലാത്തവനുമായിരുന്നു. അവരുടെ പ്രവൃത്തിക്കും താൻ അനുകൂലമല്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും അദ്ദേഹം ആ സമയത്ത് മിണ്ടാതിരുന്നു, ഒന്നും പ്രവർത്തിച്ചില്ല. എന്നാൽ യേശുവിൻ്റെ മരണശേഷം താൻ തൻ്റെ ശവശരീരമെടുത്ത് തൻ്റെ കല്ലറയിൽ അടക്കം ചെയ്യുകയാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, താൻ ഭാവിക്ക് വേണ്ടി കരുതുന്നയാളായിരുന്നു. നാം എല്ലാവരും ഭാവിക്ക് വേണ്ടി കരുതുന്നവരാണ്. നാളെ എന്ത് സംഭവിക്കും എന്ന് ഉറപ്പുള്ള ചില കാര്യങ്ങളുണ്ട് നമുക്ക്. ആ കാര്യങ്ങൾക്ക് വേണ്ടി നാം തയ്യാറെടുക്കും. നാളെ ഒരു യാത്ര പോകണമെങ്കിൽ അത് ഇന്ന് തന്നെ നാം അതിനുവേണ്ടി ഒരുങ്ങും. ദൂരയാത്ര പോകണമെങ്കിൽ അതിനുവേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യും. അതിനുള്ള തയ്യാറെടുപ്പുകൾ നാം നേരത്തെ ചെയ്യും. കൃഷി ചെയ്യുന്നവരും അങ്ങനെയാണ്. കൃഷിക്കാർ കൊയ്ത്തിന് വളരെ മുമ്പ് തന്നെ വിത്ത് വിതയ്ക്കും. കൃഷി ഇടങ്ങളിൽ ചെയ്യേണ്ട ജോലികളൊക്കെ അവർ വളരെ മുമ്പ് തന്നെ ചെയ്യും. അതിൻ്റെയൊക്കെ ഉദ്ദേശം പിന്നീട് നടക്കുന്ന ഒരു കൊയ്ത്ത്, ഒരു വിളവെടുപ്പ്, അതിനു വേണ്ടിയാണ്. ഭാവിക്ക് വേണ്ടി കരുതുന്നവരാണ് മനുഷ്യരെല്ലാം. എന്നാൽ ഈ മനുഷ്യൻ തൻ്റെ ഭാവിക്ക് വേണ്ടി കരുതിയത് വളരെ വിചിത്രമായ ഒരു രീതിയിലാണ്. തനിക്ക് വേണ്ടി തന്നെ ഒരു കല്ലറ പണിയിപ്പിച്ചു. ഇവിടെ നാം വായിക്കുന്നത് യോസെഫ് അരിമത്യക്കാരനായിരുന്നു എന്നാണ്. പക്ഷേ താൻ കല്ലറ പണിതത് യെരുശലേമിലായിരുന്നു. ഇതിൻ്റെ കാരണം, അരിമത്യക്കാരനായ ഈ യോസെഫ് ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരുന്നവനായിരുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു യഹൂദൻ ദൈവരാജ്യം സ്ഥാപിക്കുന്നത് യെരുശലേമിലാണ് എന്ന കാര്യം പ്രവചന പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വന്തം വീട് അരിമത്യയിലാണെങ്കിലും യെരുശലേമിലാണ് അയാൾ താമസിച്ചിരുന്നത്. യെരുശലേമിൽ തന്നെ തനിക്ക് വേണ്ടി ഒരു കല്ലറയും പണിതിരുന്നു. ഒരു ദിവസം മരിക്കും, ഈ ലോകം വിട്ടു പോകണം എന്ന കാര്യത്തിൽ തനിക്കുറപ്പുണ്ടായിരുന്നു. അതിനുവേണ്ടി തന്നാലാകുന്ന തയ്യാറെടുപ്പൊക്കെ താൻ ചെയ്തു. തൻ്റെ അറിവനുസരിച്ച് താൻ കാര്യങ്ങൾ ചെയ്തു. ഇന്ന് ലോകത്തിൽ അനേക ആളുകൾ ഭാവിയെ ഓർത്ത് വ്യാകുലപ്പെടുന്നുണ്ട്. അവർ ഈ ലോകത്ത് അവർക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് വ്യാകുലപ്പെടുന്നത്. പൈസയ്ക്ക് വേണ്ടി എന്തു ചെയ്യും, മക്കളുടെ പഠിത്തത്തിന് വേണ്ടി എന്തു ചെയ്യും, മക്കളുടെ വിവാഹത്തിന് വേണ്ടി എന്തു ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടുന്നവർ. ഇങ്ങനെ അല്പം വേവലാതിയുള്ളതാണ് മനുഷ്യനെ ജോലി ചെയ്യാനും ഭാവിക്ക് വേണ്ടി കരുതാനും ഒക്കെ പ്രേരിപ്പിക്കുന്നത്. നല്ല കാര്യം, അത് അമിതമാകരുതെന്ന് മാത്രം.
എന്നാൽ മനുഷ്യൻ ഏറ്റവും പ്രധാനമായി വ്യാകുലപ്പെടേണ്ട കാര്യം ഈ ലോകം വിട്ട് അവൻ എങ്ങനെ പോകും, എങ്ങോട്ട് പോകും എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് മനുഷ്യൻ വ്യാകുലപ്പെടണം. മരണശേഷം ഒരു ശിക്ഷാവിധി, ഒരു ന്യായവിധി ഉണ്ട്. ആ ന്യായവിധിയിൽ ദൈവം മുമ്പാകെ തെറ്റുകാരനെന്ന് കണ്ടാൽ ശിക്ഷാവിധി ഉണ്ടാകുമെന്ന കാര്യം മനസ്സിലാക്കി അതിനൊരു പോംവഴി ഉണ്ടാക്കുക എന്നതാണ് മനുഷ്യൻ ഭാവിക്ക് വേണ്ടി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പലരും അത് മറക്കുന്നു. ഏതായാലും അരിമത്യക്കാരനായ യോസെഫ് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവനായിരുന്നു. മരണത്തെക്കുറിച്ചും താൻ ചിന്തിച്ചു. താനൊരു കല്ലറ പണിതിരുന്നു. ഇനി യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് ആണല്ലോ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. യേശുവിനോടൊപ്പം ക്രൂശിച്ച 2 കള്ളന്മാർ, അവർ മരിച്ചില്ല. യേശു നേരത്തെ മരിച്ചു. ഈ കാര്യം അറിഞ്ഞ ഉടനെ അരിമത്യക്കാരനായ യോസെഫ് പീലാത്തോസിൻ്റെ അടുക്കൽ പോവുകയാണ്. തനിക്കുണ്ടായിരുന്ന സ്വാധീനം ഉപയോഗിച്ച് പീലാത്തോസിനോട് ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിക്കുന്നു. ആ സമയത്ത് പീലാത്തോസ് അതിശയിച്ചു. കാരണം സാധാരണ ആളുകൾ ഇത്ര നേരത്തെ മരിക്കാറില്ല. എന്നാൽ യേശു മരിച്ചോ എന്ന് താൻ ഉറപ്പുവരുത്തുകയാണ്. കള്ളന്മാരുടെ കാലൊടിച്ചതിന് ശേഷമാണ് അവർ മരിച്ചത്. ഇങ്ങനെ ക്രൂശിൽ മരിച്ച അല്ലെങ്കിൽ ക്രൂശിച്ച് കൊന്ന ഒരു കുറ്റവാളിയുടെ ശവശരീരം സാധാരണ എന്താ ചെയ്യാറുള്ളത്? ആരും ആ ശവശരീരം അടക്കുവാൻ മെനക്കെടാറില്ല. കാരണം ശപിക്കപ്പെട്ടവനാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം മരത്തിന്മേൽ തൂങ്ങുന്നവനല്ല ശപിക്കപ്പെട്ടവനാണ്. അവനൊരു ശവസംസ്കാരം നടത്തുക എന്നത് പതിവില്ല. നമുക്ക് തന്നെ അറിയാമല്ലോ, ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ ആ ആളെ പള്ളിയുടെ കല്ലറയിൽ അടക്കം ചെയ്യാൻ സാധാരണ ആളുകൾ തയ്യാറാകില്ല. അവരെ തെമ്മാടിക്കുഴിയിലിടും എന്നാണ് പറയുന്നത്. കുടുംബക്കല്ലറയിൽ ഇടുകയില്ല എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ യേശുവിൻ്റെ മരണം അത്തരത്തിലുള്ളൊരു ശാപഗ്രസ്തമായ മരണമായിരുന്നു. ഒരു കൊലയാളിയെ അല്ലെങ്കിൽ ഒരു കുറ്റവാളിയെ കൊല്ലുന്നത് പോലെയാണ് യേശുവിനെ ക്രൂശിൽ തറച്ചു കൊന്നത്. അത് മരത്തിന്മേൽ തൂങ്ങിയുള്ള ശപിക്കപ്പെട്ട മരണമായിരുന്നു. അങ്ങനെ മരിക്കുന്ന ഒരാളുടെ ശവശരീരം ഒരു ചപ്പുകൂനയിലേക്ക് അല്ലെങ്കിൽ ഒരു താഴ്വരയിലേക്ക് വലിച്ചെറിയുക മാത്രമാണ് അവർ ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ കൃത്യസമയത്ത് അരിമത്യക്കാരനായ യോസെഫ് ഇടപെട്ടതുകൊണ്ട് യേശുവിൻ്റെ ശരീരം കുരിശിൽ നിന്നിറക്കി ഒരു പുതിയ കല്ലറയിൽ, തനിക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയിരുന്ന കല്ലറ, വേറെ ആരെയും വെച്ചിട്ടില്ലായിരുന്ന ആ കല്ലറയിൽ യേശുവിനെ അടക്കം ചെയ്തു. ഇത് നാം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നൊരു ചോദ്യമുണ്ട്. ഈ സമയത്ത് യേശുവിൻ്റെ ശിഷ്യന്മാർ, യൂദ ഓഫ് കോഴ്സ് അയാൾ വഞ്ചകനായി പോയി ആത്മഹത്യ ചെയ്തു. മറ്റ് 11 പേർ, മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ട്, ഞങ്ങൾ നിന്നെ വിട്ട് ഒരു നാളും പോവുകയില്ല എന്നൊക്കെ വീമ്പിളക്കിയ 3.5 വർഷക്കാലം യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന, അത്ഭുതങ്ങൾ കണ്ട, പഠിപ്പിക്കലുകൾ കേട്ട, യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്ന് വിശ്വസിച്ച, ഏറ്റുപറഞ്ഞ ആ 11 പേർ അവരെവിടെ? അവരെ കാണാനില്ല. യോഹന്നാൻ സ്നാപകൻ കൊല്ലപ്പെട്ടപ്പോൾ യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാരാണ് വന്ന് യോഹന്നാൻ സ്നാപകൻ്റെ ശരീരമെടുത്ത് അടക്കം ചെയ്തത്. എന്നാൽ യേശുവിനെ ക്രൂശിച്ചു കൊന്നപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരാരും തൻ്റെ ശവമെടുക്കാൻ വന്നില്ല. മറിച്ച് രഹസ്യ ശിഷ്യനായിരുന്ന യോസെഫും യോസെഫിൻ്റെ കൂട്ടുകാരനായ നിക്കോദിമോസും, അവർ 2 പേരും ചേർന്നാണ് യേശുവിൻ്റെ ശരീരം എടുത്തത്. അവർ പരസ്യമായ യേശുവിൻ്റെ ശിഷ്യന്മാരല്ലായിരുന്നു. പക്ഷേ യേശുവിൻ്റെ മരണശേഷം ഇവർ 2 പേരും അസാധാരണമായ ധൈര്യമാണ് കാണിക്കുന്നത്. നമുക്കറിയാം, യോസെഫും നിക്കോദിമോസും അവരുടെ കൂട്ടുകാരായിരുന്ന സൻഹിദ്രി സംഘത്തിലുണ്ടായിരുന്ന യഹൂദന്മാരുടെ കൗൺസിലുണ്ടായിരുന്ന ആളുകൾ ചെയ്ത കാര്യങ്ങളോട് യോജിച്ചിരുന്നില്ല. പീലാത്തോസിൻ്റെ മുമ്പിൽ യേശുവിനെ വിചാരണ ചെയ്യാൻ കൊണ്ടുവരുന്നതിന് മുൻപ് മഹാപുരോഹിതൻ്റെ നേതൃത്വത്തിൽ ആ സൻഹിദ്രി സംഘം മുഴുവൻ കൂടി അവർ ഒരുമിച്ച് ഒരു കാര്യം പറഞ്ഞു: യേശു ദൈവദൂഷണം പറഞ്ഞു, അവൻ കൊല്ലപ്പെടണം, ഞങ്ങളുടെ ന്യായപ്രമാണം അനുസരിച്ച് അവൻ കൊല്ലപ്പെടണം. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് തോന്നും, ആ കൗൺസിലിൽ നിക്കോദിമോസ് ഇല്ലായിരുന്നു, ആ കൗൺസിലിൽ യോസെഫ് ഇല്ലായിരുന്നു. അവിടെ നാം വായിക്കുന്നവരെല്ലാവരും അതിന് അംഗീകരിച്ചു, അതിന് സമ്മതിച്ചു എന്നാണ്. നമുക്കവിടെ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, യോസെഫും നിക്കോദിമോസും ആ കൂടെ ഇല്ലായിരുന്നു. യോസെഫ് അതിനോട് യോജിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് ലൂക്കോസ് പറയുന്നത്. അതിൻ്റെ അർത്ഥം, ആ സൻഹിദ്രി സംഘത്തിലുണ്ടായിരുന്ന ആളുകൾ അവരുടെ അജണ്ട, അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തോട് സമ്മതിക്കുന്നവരെ മാത്രമാണ് വിളിച്ചത്. അവരുടെ മാത്രം ഒരു യോഗം കൂടി
അവരെ കൊണ്ടൊരു തീരുമാനം പെട്ടെന്ന് എടുപ്പിക്കുകയായിരുന്നു. നമ്മൾ സാധാരണ പറയുമല്ലോ, ഒരു കമ്മിറ്റിയിൽ അവൈലബിൾ മെമ്പേഴ്സ്, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ. ചില കമ്മിറ്റിയിൽ ചില ആളുകൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. കമ്മിറ്റിയിൽ അവരുടെ പരിപാടിക്ക് എതിര് നിൽക്കുന്നവരെ ഒരു കമ്മിറ്റിക്ക് വിളിക്കുകയില്ല. അവരില്ലാതെ ഒരു കമ്മിറ്റി കൂടി അവരുടെ അജണ്ട അവർ പാസ്സാക്കും. അതുപോലെയാണ് ഈ യഹൂദന്മാരുടെ സൻഹെദ്രിൻ സംഘം യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി ചെയ്തത്. യോസെഫിനെയും നിക്കോദിമോസിനെയും അവർ ഒഴിവാക്കി. ഇവർ യേശുവിൻ്റെ പരസ്യ ശിഷ്യന്മാരല്ലായിരുന്നു. എങ്കിലും യേശുവിൻ്റെ മരണശേഷം ഇവർക്ക് 2 പേർക്കും യേശുവിൻ്റെ ശരീരം ചോദിക്കുവാനുള്ള ധൈര്യമുണ്ടായി, അതടക്കം ചെയ്യാനുള്ള ധൈര്യമുണ്ടായി. ഇതെങ്ങനെയുണ്ടായി എന്ന് ഒരു പക്ഷേ നിങ്ങൾ അതിശയിക്കുന്നുണ്ടാവും. നിക്കോദിമോസിനെക്കുറിച്ച് നമുക്കറിയാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശുവിനെ രാത്രിയിൽ കാണാൻ വന്ന പരീശൻ, യഹൂദന്മാരുടെ ഒരു പ്രമാണി, ന്യായപ്രമാണം അറിയാവുന്നയാൾ. ആ ആളോട് യേശു പറഞ്ഞു, നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം കാണുകയില്ല. ഈ കാര്യം നിക്കോദിമോസിനൊരു വലിയ കടങ്കഥയായിരുന്നു. 80 വയസ്സുള്ള ഞാൻ എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്? യേശു അവനോട് വിശദീകരിച്ചു. ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിക്കണം. പരിശുദ്ധാത്മാവിനാൽ ഒരു പുതിയ തുടക്കം ജീവിതത്തിൽ ഉണ്ടാകണം, വീണ്ടും ജന്മം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ ചെയ്യാത്ത ഒരാൾ ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. യേശു വ്യക്തമായിട്ട് നിക്കോദിമോസിനോട് പറഞ്ഞു. അന്ന് രാത്രി നിക്കോദിമോസ് യേശുവിനെ വിട്ടു പോയപ്പോൾ അവൻ്റെ മനസ്സിൽ പല സംശയങ്ങളും പല കൺഫ്യൂഷൻസും ഉണ്ടായിരുന്നു. പിന്നീട് യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നാം നിക്കോദിമോസിനെ വീണ്ടും കാണുന്നു. അവിടെ യഹൂദന്മാരുടെ ഇടയിൽ യേശുവിനെ സംബന്ധിച്ച് വലിയ വാഗ്വാദങ്ങൾ നടക്കുകയാണ്. ചിലർ പറഞ്ഞു, ഇവൻ ഈ പ്രവാചകനാണ്, ഇവൻ ദൈവപുത്രനാണ്, മിശിഹ വന്നാൽ ഇതിലും വലിയ അത്ഭുതം ചെയ്യുമോ എന്ന് ആളുകൾ ചോദിക്കുന്നു. എന്നാൽ ചില ആളുകൾ പറയുന്നു, എങ്ങനെയാണ് ഒരു മിശിഹ ഗലീലയിൽ നിന്ന് വരുന്നത്? മിശിഹ ബേത്ലഹേമിൽ ജനിക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ പുരുഷാരത്തിൻ്റെ ഇടയിൽ വലിയൊരു വാഗ്വാദമുണ്ടായി. ആ സമയത്ത് സൻഹെദ്രിൻ സംഘം ചേർന്ന് അവർ യേശുവിനെ കുറ്റം വിധിച്ചു. അവർ പറഞ്ഞു, ഇവൻ പ്രവാചകനല്ല, ഇവൻ ജനത്തെ വഴിതെറ്റിക്കുന്നു, ഇവനെ ഇങ്ങനെ വിടുന്ന അപകടമാണ്. ആ സമയത്ത് നിക്കോദിമോസ് ഒരു കാര്യം പറഞ്ഞു. ന്യായപ്രമാണം നമ്മോട് പറയുന്നത് ഒരു മനുഷ്യനെ വിധിക്കുന്നതിന് മുൻപ് അവൻ്റെ വാദം കൂടി കേൾക്കണം. അവിടെ നിക്കോദിമോസ് യേശുവിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്തില്ല. യേശുവിന് വേണ്ടിയല്ല ആ നിലപാടെടുത്തത്, മറിച്ച് ന്യായപ്രമാണത്തിന് വേണ്ടി ഒരു നിലപാടെടുത്തു. നിക്കോദിമോസ് പറഞ്ഞു, നമ്മുടെ ന്യായപ്രമാണം പറയുന്നത് ഇങ്ങനെ ചെയ്യരുതെന്നാണ്. യേശുവോ ആരെങ്കിലും ആകട്ടെ, ആരെങ്കിലും വിധിക്കുന്നതിന് മുമ്പ് ആ വ്യക്തിയുടെ വാദം കൂടി കേൾക്കണം. ഇത് കേട്ട് അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന സൻഹെദ്രിൻ സംഘത്തിലുണ്ടായിരുന്ന ആളുകൾ നിക്കോദിമോസിനെ പരിഹസിച്ചു. പറഞ്ഞു, നീ ഗലീലക്കാരനാണോ? നിനക്കെന്താ വിദ്യാഭ്യാസമില്ല? നീ വിദ്യാഭ്യാസമില്ലാത്ത ഓണങ്കറാം മൂലയിൽ നിന്നുള്ള ഗലീലക്കാരുടെ കൂടി അവരെ പോലെയാണോ നീ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ അവനെ പുച്ഛിച്ചു. പക്ഷേ നിക്കോദിമോസ് കാര്യങ്ങൾ വിശകലനം ചെയ്തു. താൻ ന്യായപ്രമാണത്തെ ആദരിച്ചിരുന്നു. ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് തനിക്ക് അറിയാമായിരുന്നു. അതിൽ തനിക്ക് സംശയമുള്ള കാര്യങ്ങൾ താൻ അന്വേഷിച്ചിരുന്നു. ഒരുപക്ഷേ യേശു എവിടെയാണ് ജനിച്ചത് എന്ന് നിക്കോദിമോസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. തനിക്ക് മനസ്സിലായി, മീഖാ പ്രവാചകൻ പറഞ്ഞതുപോലെ ബേത്ലഹേമിൽ തന്നെയാണ് യേശു ജനിച്ചത്. പിന്നീട് താൻ ഗലീലയിൽ വന്ന് താമസിച്ചതാണ്. രണ്ടാമത്, ഗലീലയിൽ നിന്ന് മിശിഹ വരുമോ? വരണ്ട നിലത്ത് നിന്നൊരു വേർ മുളയ്ക്കുന്നത് പോലെയാണ് മിശിഹ എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്ന് മിശിഹ വരും എന്ന കാര്യവും നിക്കോദിമോസിന് മനസ്സിലായി. ഈ കാര്യങ്ങളൊക്കെ നിക്കോദിമോസിൻ്റെ മനസ്സിൽ യേശുവിന് അനുകൂലമായ ഒരു തീരുമാനമെടുക്കുവാൻ പ്രേരണ നൽകി. പക്ഷേ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് നിക്കോദിമോസിനോ അരിമത്യക്കാരനായ യോസെഫിനോ 2 പേർക്കും യേശുവിനു വേണ്ടി പരസ്യമായ ഒരു നിലപാടെടുക്കാൻ സാധിച്ചില്ല. അവർ 2 പേരും രഹസ്യമായി യേശുവിനോട് അനുഭാവം പ്രകടിപ്പിച്ചു. അതുകൊണ്ടുണ്ടായ ദുരന്തം, അവർക്ക് സൻഹെദ്രിൻ സംഘത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചില്ല, സ്വാധീനിക്കുവാൻ സാധിച്ചില്ല. അവർ ചെയ്ത ആ വലിയ കുറ്റകൃത്യം തടയാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇത് അവരെ വളരെയധികം ദുഃഖിപ്പിച്ചു. എന്നാൽ യേശുവിൻ്റെ മരണം അത് കണ്ടപ്പോൾ, ആ സമയത്ത് സംഭവിച്ച കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവർക്ക് 2 പേർക്കും ഒരു കാര്യം മനസ്സിലായി. യേശു
ദൈവപുത്രനായ മിശിഹ തന്നെയായിരുന്നു. അവൻ്റെ മരണത്തിങ്കൽ നിവൃത്തിയായ പ്രവചനങ്ങൾ, അവൻ്റെ മരണത്തിൽ സംഭവിച്ച അത്ഭുതകരമായ കാര്യങ്ങൾ, ഇതൊക്കെ ഇവർ രണ്ടുപേരും ശ്രദ്ധിച്ചു. യേശുവിൻ്റെ മരണശേഷം അവർ ഒരു തീരുമാനമെടുത്തു: ഈ രഹസ്യ ശിഷ്യത്വം മതി. ഇത്രയും നാൾ ഞങ്ങൾ രഹസ്യമായി ഞങ്ങളുടെ കൺവിക്ഷൻസ്, ഞങ്ങളുടെ വിശ്വാസം സൂക്ഷിച്ചു. പക്ഷേ ഇനി അതുപോരാ. അവർ പരസ്യമായി യേശുവിൻ്റെ ശരീരത്തിനു വേണ്ടി പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റ് പരീശന്മാരോട്, സൻഹെദ്രിൻ സംഘത്തിലുണ്ടായിരുന്ന മറ്റംഗങ്ങളോട് അവർ ഒരു വെല്ലുവിളി തന്നെയാണ് നടത്തിയത്. അവർ പറഞ്ഞു, നിങ്ങൾ ചെയ്തത് ശരിയല്ല. ഞങ്ങളിപ്പോൾ അതിനെതിരെ പരസ്യമായൊരു നിലപാടെടുക്കുന്നു. യേശു മരണകരമായതൊന്നും ചെയ്തില്ല. അവൻ ദൈവത്തിൻ്റെ അഭിഷിക്തനായ പ്രവാചകനായിരുന്നു. അവനു വേണ്ടി അവൻ്റെ ശവശരീരം അടക്കം ചെയ്യാൻ ഞാൻ മുൻകൈ എടുക്കും. അരിമത്യക്കാരനായ യോസെഫ് ഒരു സ്റ്റാൻഡ് എടുത്തു. നമുക്കറിയാം, യേശുവിനെ ക്രൂശിച്ച ആ ദിവസത്തിൻ്റെ അവസാനം, അന്ന് വൈകുന്നേരമാണ് ശബത്ത് ആരംഭിക്കുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ശബത്ത് ആരംഭിക്കുന്നത്. അതിനുശേഷം ജോലിയൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അരിമത്യക്കാരനായ യോസെഫിന് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട്, കുറച്ചുകൂടെ വിസ്തരിച്ച് യേശുവിൻ്റെ ശവസംസ്കാരം ചെയ്യണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അതിനുള്ള അവസരമില്ലായിരുന്നു. കാരണം ശബത്ത് തുടങ്ങുന്നതിന് മുമ്പ് ശവം സംസ്കരിക്കണം. കുറേ സുഗന്ധവർഗ്ഗങ്ങൾ സ്വരൂപിച്ചു, തുണി കൊണ്ടുവന്ന് തൻ്റെ ശരീരം പൊതിഞ്ഞ് ഈ പുതിയ കല്ലറയിൽ താൻ വെച്ചു. ഇത് ആ സ്ത്രീകൾ നോക്കിക്കണ്ടു. യോസെഫും നിക്കോദിമോസും, അവർക്ക് സത്യം എന്താണെന്ന് മനസ്സിലായിരുന്നു. എന്നാൽ ഒരു പക്ഷേ പൂർണ്ണമായ വെളിച്ചം അവർക്ക് ലഭിച്ചിരുന്നില്ല. അവർ തിരുവെഴുത്തുകളെ പരിശോധിച്ചിരുന്നു. തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ യേശു ദൈവപുത്രനാണെന്നുള്ള കാര്യം തൻ്റെ മരണശേഷം അവർക്ക് ബോധ്യപ്പെട്ടു. അത് ബോധ്യപ്പെട്ടപ്പോൾ അവർക്ക് പലതരത്തിലുള്ള നിരാശയും അപകർഷതാബോധവും, ചെയ്യരുതാത്തത് ചെയ്തല്ലോ, അല്ലെങ്കിൽ ചെയ്യേണ്ടത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന നഷ്ടബോധവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവർക്ക് തോന്നിയ ആ ആത്മാർത്ഥമായ ദുഃഖം, അതിനെ ദൈവം മാനിച്ചു. അതുകൊണ്ടാണ് യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ചെയ്യാൻ കഴിയാതിരുന്നത്, അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ ചെയ്യേണ്ടിയിരുന്നത് അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ അരിമത്യക്കാരനായ യോസെഫിനും നിക്കോദിമോസിനും ചെയ്യാൻ സാധിച്ചു. ഇതിൽ നിന്നും നമുക്കൊരു പാഠം പഠിക്കാം. ഒരു പക്ഷേ നിങ്ങൾ പല കാര്യങ്ങളും നേരത്തെ അറിഞ്ഞു, പക്ഷേ അതിനു വേണ്ടി ഒരു നിലപാടെടുക്കാൻ, ധൈര്യമായി കർത്താവിന് വേണ്ടി ഒരു നിലപാടെടുക്കാൻ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞിട്ടില്ലായിരിക്കും. അനേക ആളുകളുണ്ടങ്ങനെ. അവർ വളരെ രഹസ്യമായി അവരുടെ വിശ്വാസം അവരുടെ ഉള്ളിൽ തന്നെ വെച്ച് ജീവിക്കുന്ന ആളുകൾ. അവരുടെ വിശ്വാസത്തെക്കുറിച്ച്, കർത്താവിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ വിമുഖതയുള്ളവർ. എന്നാൽ അങ്ങനെയുള്ള ആളുകൾക്കും ദൈവം ഒരവസരം കൊടുക്കും. അതാണ് അരിമത്യക്കാരനായ യോസെഫിൻ്റെ കഥ നമ്മോട് പറയുന്നത്. ക്രിസ്തുവിന് വേണ്ടി ഒരു നിലപാടെടുക്കാൻ ഒരവസരം അരിമത്യക്കാരനായ യോസെഫിനും ലഭിച്ചു. അത് ലഭിച്ചപ്പോൾ പിന്നെ അവൻ ഇടം വല നോക്കിയില്ല. പിന്നെ അവൻ ആളുകൾ എന്നെക്കുറിച്ച് എന്തു പറയും എന്ന് ചിന്തിച്ചില്ല. സത്യമായത് എന്തെന്ന് ചെയ്യാനുള്ള ധൈര്യം താൻ കാണിച്ചു. ഗവർണറായ, രാജാവായിരുന്ന പീലാത്തോസിൻ്റെ അടുക്കൽ തനിയെ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിക്കുകയാണ്. ചില മണിക്കൂറുകൾക്ക് മുൻപാണ് തൻ്റെ ഒപ്പമുണ്ടായിരുന്ന സൻഹെദ്രിൻ സംഘത്തിലുണ്ടായിരുന്നവർ എല്ലാവരും കൂടെ പോയി പീലാത്തോസിനോട് യേശുവിനെ ക്രൂശിക്കണമെന്ന് പറഞ്ഞത്. എന്നാൽ അതേ സൻഹെദ്രിൻ സംഘത്തിലുണ്ടായിരുന്ന മന്ത്രിയായ, ധനികനായ, സ്വാധീനമുള്ള യോസെഫ് തനിയെ ചെന്ന് പീലാത്തോസിനോട് പറയുന്നു, യേശുവിൻ്റെ ശരീരം എനിക്ക് തരണം. അത് ചെയ്യാൻ യോസെഫിന് സാധിച്ചു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിച്ച അവസരങ്ങൾ നഷ്ടപ്പെടുത്തി എന്ന് ദുഃഖിക്കുന്നുണ്ടാവും. ജീവിതത്തിൽ ഇത്രയും നാളും എൻ്റെ കർത്താവിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ, ഒരു നിലപാടെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടോ? നിങ്ങൾക്കും ഒരവസരം തരാൻ ദൈവത്തിന് സാധിക്കും.
അതാണ് അരിമത്യക്കാരനായ യോസെഫിൻ്റെ കഥ നമ്മോട് പറയുന്നത്. ശിഷ്യന്മാർ യേശുവിൻ്റെ ജീവകാലത്ത് യേശുവിനോടൊപ്പം നടന്നു. അത്ഭുതങ്ങൾ കാണാൻ, അത്ഭുത പ്രവൃത്തികൾ ചെയ്യാൻ, പഠിപ്പിക്കലുകൾ കേൾക്കാനൊക്കെ അവരുണ്ടായിരുന്നു. എന്നാൽ മരണസമയത്ത് അവർ ആരുമില്ലായിരുന്നു. യേശുവിൻ്റെ മരണസമയത്ത് അവനോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അവനോടൊപ്പം നിൽക്കാൻ ഈ യോസെഫും നിക്കോദിമോസുമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പക്ഷേ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടായിരിക്കും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ അവൻ്റെ മരണത്തോടാണ് അനുരൂപപ്പെടേണ്ടത്. ഇത് എൻ്റെ വാക്കുകളല്ല. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതുന്ന ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൽ അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അല്ല, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. യേശുവിൻ്റെ അത്ഭുതങ്ങളോട്, അവൻ്റെ പഠിപ്പിക്കലുകളോട് താതാത്മ്യം പ്രാപിക്കാൻ ആളുകൾക്ക് ഇഷ്ടമാണ്. പക്ഷേ ദൈവവചനം പറയുന്നത് നിങ്ങൾ അവൻ്റെ മരണത്തോട് അനുരൂപരാകണം, അവൻ്റെ മരണത്തിൽ പങ്കാളികളാകണം. എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നാം ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മരണം, അതിൽ നാം പങ്കാളികളാകുന്നു. ക്രിസ്തു മരിച്ചപ്പോൾ നാമും ക്രിസ്തുവിൽ മരിക്കുന്നു. ക്രിസ്തുവിൽ നാം മരിക്കുമ്പോൾ ദൈവം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള ശിക്ഷയായ മരണം അത് ക്രിസ്തുവിന് കൊടുത്തു. ക്രിസ്തുവിൽ ആ മരണം നാമും അനുഭവിച്ചു എന്നാണ് ദൈവം കണക്കാക്കുന്നത്. ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുമ്പോൾ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ദൈവം നടപ്പാക്കി അത് നമുക്ക് തന്നെ തന്നു എന്ന നിലയിലാണ് ദൈവം കണക്കാക്കുന്നത്. അതാണ് ക്രിസ്തുവിൻ്റെ മരണത്തോട് പങ്കാളിയാകുക എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ ക്രിസ്തുവിൻ്റെ മരണത്തോട് പങ്കാളിയായ ആൾ താൻ സ്വയം മരിച്ചു എന്നാണ് തന്നെ എണ്ണേണ്ടത്. അങ്ങനെയുള്ളയാൾ പിന്നീട് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലും അവൻ്റെ പങ്കാളിയാകും. എന്ന് വച്ചാൽ പിന്നീടുള്ള തൻ്റെ ജീവിതം ജീവൻ്റെ പുതുക്കത്തിലാണ്. ഒരു പുതിയ ജീവിതമാണ്, ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം. മരണത്തിൽ പങ്കാളിയായ ആൾ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ പങ്കാളിയാകുന്നു, ഒരു പുതിയ ജീവിതത്തിൻ്റെ ഉടമ ആയി മാറുന്നു. അതാണ് ക്രിസ്തീയ വിശ്വാസം. ഇന്ന് അനേക ആളുകൾ പറയുന്നത്, ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, യേശു ക്രിസ്തു എൻ്റെ രക്ഷിതാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് വെറുതെ വായുകൊണ്ട് പറയുന്ന ആളുകളുണ്ട്. ആത്മാർത്ഥമായി പറയുന്നവരുണ്ട്, ഇല്ലെന്നല്ല. എന്നാൽ അനേക ആളുകൾ വെറുതെ പറയുകയാണ്. ഇത് പറഞ്ഞാൽ സ്വർഗം കിട്ടുമെന്നാണ് അവരോട് ആരോ തെറ്റായി പറഞ്ഞു വച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയല്ല. നിങ്ങൾ ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകണം. നിങ്ങളുടെ പഴയ ജീവിതത്തിന് നിങ്ങൾ മരിക്കണം. ക്രിസ്തുവിൽ നിങ്ങൾ മറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് നിങ്ങൾ പുതുജീവൻ്റെ പങ്കാളിയാകുന്നത്. അതിൻ്റെ ഒരു ബാഹ്യമായ പ്രകടനമായിട്ടാണ് സ്നാനം വെച്ചിരിക്കുന്നത്. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ സ്നാനപ്പെടുമ്പോൾ ക്രിസ്തുവിൻ്റെ മരണത്തോട് നിങ്ങൾ പങ്കാളികളായെന്നും അവൻ്റെ പുനരുത്ഥാനത്തോട് നിങ്ങൾ പങ്കാളികളായി ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്നു എന്നുമാണ് നിങ്ങൾ ലോകത്തോട് പറയുന്നത്. അതാണ് ശരിക്കും അരിമത്യക്കാരനായ യോസെഫിൻ്റെ ജീവിതത്തിലും നിക്കോദിമോസിൻ്റെ ജീവിതത്തിലും സംഭവിച്ചത്. അവർ ക്രിസ്തുവിൻ്റെ മരണസമയത്ത് അവൻ്റെ പങ്കാളികളായി തീർന്നതുവഴി അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഇനി ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, ഇനി ഞങ്ങൾ പുറകോട്ട് പോകില്ല. അതെ, ഈ കഴിഞ്ഞ 3.5 വർഷക്കാലം ഞങ്ങൾ ഭീരുക്കളായിരുന്നു. ഞങ്ങൾക്ക് പരസ്യമായി ക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യം പറയാൻ മടിയായിരുന്നു. എന്നാൽ ഞങ്ങൾ അവൻ്റെ മരണത്തിൽ പങ്കാളികളായതുകൊണ്ട് ഇനി അവൻ്റെ മൃതശരീരം ചുമക്കാൻ, അവനു വേണ്ടി എൻ്റെ കല്ലറ കൊടുക്കാൻ എനിക്ക് മടിയില്ല. ഇനി ആ പഴയ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ധൈര്യത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം യോസെഫിന് നൽകിയത്. പ്രിയ സുഹൃത്തെ, ആ നിലയിൽ ക്രിസ്തുവിൻ്റെ മരണത്തോട് പങ്കാളിയായി അവനു വേണ്ടി ധീരതയോടെ ഒരു സാക്ഷിയായി ജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 9882221957 എന്ന നമ്പർ ഉപയോഗിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ
info@fibaonline.org എന്ന ഇമെയിൽ ഐ ഡിയും ഉപയോഗിക്കുക.